അത്രമേൽ കുളമായൊരു ബി ഹോട്ടൽ എന്നാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസിനെ പറയാനുള്ളത്. ഷിയാസും ശോഭയുമാണ് വന്നത്. അതിഥികളാണെങ്കിലും ശരി, വീട്ടിലുള്ളവരാണെങ്കിലും ശരി, ഗെയിം മനസ്സിലാക്കാതെ എന്തോ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് ബിഗ് ബോസ് അടക്കം പറഞ്ഞു കൊടുക്കേണ്ട വന്നു, നിങ്ങൾ ആ ക്യാരക്ടറായി നിൽക്കൂ. പിന്നെ വന്ന അതിഥികളോടാണെങ്കിലും ശരി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആ ടാസ്കിലുള്ള അതിഥികളായി നിൽക്കൂ എന്ന്. ആകെ ഷിയാസ് ചെയ്ത നല്ല കാര്യം എന്ന് പറയുന്നത് ആ പ്ലാച്ചീനെ എടുത്ത് വലിച്ചെറിഞ്ഞതാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഇമോഷൻ സപ്പോർട്ട് കിട്ടുന്നത് ശരിയല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആദില നൂറേൻ്റെ കാര്യം പറയാം. പക്ഷേ അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്ലാച്ചീനെ വെച്ചിട്ട് ഈ അനുമോൾ കാണിക്കുന്ന ഗെയിം, ആരോ എഴുതി കൊടുത്ത പിന്നെ 100 ദിവസത്തേക്ക് നിൽക്കാനുള്ളൊരു ഗെയിം കൊണ്ട് വന്ന അനുമോൾ കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടിട്ട് എനിക്കൊരു കരച്ചിലും വന്നിട്ടില്ല. പിന്നെ 30 വയസ്സായി, അതിൻ്റെ പക്വത കാണിക്കേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട്. പക്വത എന്ന് പറഞ്ഞ സാധനം 7 അയലത്തോടെ പോയിട്ടില്ല. ഇതൊരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് വിജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. പിന്നെ ബിന്നിയാണ്, കൊതി കുത്തി നിൽക്കുന്ന ബിന്നി. ആർക്കെങ്കിലും ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പരാതി പറയുക, എനിക്ക് സ്റ്റാർ കിട്ടിയില്ലേ. വേറെ ആർക്കെങ്കിലും സ്റ്റാർ കിട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുക. ഇതൊക്കെയാണ് ബിന്നി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാത്തിനും കുറ്റവും കുറവും. ഒരു ടാസ്കിനെ ടാസ്ക്കായി കാണാതെ പേഴ്സണലായിട്ട് എടുക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ആകെ കുറച്ചെങ്കിലും മര്യാദയ്ക്ക് ടാസ്ക് കളിച്ചു എന്ന് തോന്നിയത് അനീഷ്, ഷാനവാസ്, ഒനീൽ, അക്ബർ, അഭിലാഷ്, പിന്നെ നൂറ എന്നിവരാണ്. അവരുടെ പിക്ചർ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സാബുമൻ പിന്നെ ആരോടും മിണ്ടാതെ അവിടെ നിന്നു. പക്ഷേ അനീഷ് ഒരു കാര്യം ഉന്നയിച്ചു. അനീഷിന് സ്റ്റാർ കിട്ടാതായപ്പോഴാണ് അത് ഉന്നയിച്ചതെന്ന് കൂടെ ഓർക്കണം. അനീഷിൻ്റെ മുഖത്ത് കുറേ മേക്കപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ അനീഷ് പ്രതികരിച്ചില്ല. ആടിപ്പാടി അവരുടെ കൂടെ നടന്നു, നമ്മുടെ ശോഭേൻ്റെ കൂടെ നടന്നു. അതിനുശേഷം സ്റ്റാർ കിട്ടാതായപ്പം നമ്മുടെ GMനോട്, ലക്ഷ്മിനോട് പോയിട്ട് പരാതിപ്പെടുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം അവരാണ് പറയേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ഹയർ അതോറിറ്റിക്ക് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അനീഷ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അവസാനം ശോഭയ്ക്ക് കൈ കൊടുക്കാതെ രാത്രി, അതായത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്, ശോഭയ്ക്ക് കൈ കൊടുക്കാതെ പോകുന്നത് കണ്ടപ്പം ശോഭ പോയി സംസാരിച്ചിട്ട് ശോഭ അവിടെ നിന്ന് കരയും നോക്കിയിട്ട് സോറി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. മേ ബി പുള്ളിക്കാരിൻ്റെ ഹ്യൂമാനിറ്റി വെച്ച് ചെയ്തതായിരിക്കാം. സോ ഇത്രയൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.